എന്തിനമ്മേ ഇത്രയധികം പ്രസാദം നെറ്റി തൊടുന്ന്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ദേവിയുടെ പ്രസാദ. തൊടിക്ക് നന്നായി തൊടിച്ചു നിർത്ത്. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകാൻ പോവല്ലേ. സത്യങ്ങളൊക്കെ അമ്മാവൻ അറിഞ്ഞു കഴിയുമ്പോ ആ ഉടവാളിന്റെ പിടികൊണ്ട് നിനക്ക് നല്ല അടി കിട്ടണ്ടേ രാജു? മതിയമ്മേ. അച്ഛാ, എന്താ മുഖമല്ലാണ്ടിരിക്കുന്നെ? ഒന്നുമില്ല മോനെ. എന്തോ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ മുഖം വെറുപ്പിച്ചിരിക്കുന്ന ആളല്ലല്ലോ വേണുവേട്ടൻ. അതും ഇങ്ങനൊരു നല്ല ദിവസമായിട്ട്. ഇവിടെ നടക്കാൻ പോകുന്ന എന്തെങ്കിലും പൂജയുടെ കാര്യത്തില് അച്ഛൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കാണും. അവര് പറ്റില്ലെന്നും പറഞ്ഞു കാണും. അല്ലാതെന്താ? ചുമ്മാ തിരിയടി, എരുതിയിൽ എന്നെ ഒഴിക്കാതെ. അച്ഛാ, അംബികമ്മയുടെ എന്തേലും പറഞ്ഞോ? ഇല്ല മോനെ, എനിക്കൊരു ചെറിയ തലവേദന. ഞാനെന്തെങ്കിലും ടാബ്ലറ്റ് കിട്ടുന്നറിയാൻ അപ്പുറം വരെ ഒന്ന് പോയി നോക്കിയതാ. ഈ ഭാഗത്ത് അങ്ങനെ കടകളോ മെഡിക്കൽ സ്റ്റോറോ ഒന്നും ഇല്ല എന്നുള്ളത് അച്ഛൻ അറിയാവുന്നല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ടാബ്ലറ്റ് മേടിച്ചോണ്ടിരാ. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയ ഒരു ഷോപ്പുണ്ട്. അതിന്റെ ആവശ്യമില്ല മോനെ. ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിച്ചപ്പോ പകുതി വേദന അങ്ങോട്ട് മാറി. ഇപ്പൊ ഞാൻ ഓക്കെയാ. കാവിലെ ചടങ്ങുകൾ കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രോത്സവത്തിന്റെ തീയതിയും ഉത്സവത്തിന്റെ ചടങ്ങുകളെയും കുറിച്ച് ചർച്ച ചെയ്യാം. ശരി, ക്ഷേത്ര ഭാരവാഹി എന്തു പറയുന്നു? വർമ്മ സാറിന്റെ തീരുമാനം പോലെ ഇത്തവണ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. എന്താ പറഞ്ഞോളൂ. അത് ഇത്തവണ ഉത്സവത്തിന് 11 ആനകളെ വേണമെന്നാ ആനപ്രേമികളായ ഭക്തരുടെ അഭിപ്രായം. പിന്നെ ഓരോ വർഷവും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഓട്ടുപുരയൊന്ന് വലുതാക്കി പുതുക്കി പണിയണം. അതിനെന്താ, എല്ലാം ഷെയറിനോട് സംസാരിച്ചാൽ മതി. ശരി ചേട്ടാ, ഇനി മുതൽ ഞാനല്ല, രാജു വേണം ഇതൊക്കെ നോക്കി നടത്താനും സംസാരിക്കാനും. നീ രാജുവായിട്ട് സംസാരിച്ചാൽ മതി, ഞാൻ അവനോട് സൂചിപ്പിക്കാം. ശരി ചേട്ടാ. വർമ്മ സാറേ, ഇനി സമയം വഹിക്കാതെ ചടങ്ങിന്റെ ആദ്യഘട്ടമായ അഭിഷേകത്തിലേക്ക് നമുക്ക് കടക്കാം. അഭിഷേകോ? അതെ, കുഞ്ഞിനൊന്നും അറിയില്ലായിരിക്കും അല്ലേ? ഇവിടെ അവസാനമായി കാവിൽ നടന്ന ഉടവാൾ കൈമാറ്റം കോവിലകത്തെ വലിയ കാരണവന്മാർക്കും വർമ്മ സാറിനും ഇടയിലായിരുന്നു. അന്ന് മോൻ കുഞ്ഞായിരുന്നു. അഭിഷേകം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉടവാൾ കൈവാങ്ങേണ്ട പുതിയ അവകാശിയെ ആദരിച്ചിരുത്തി മഞ്ഞൾ വെള്ളം ധാരധാരയായി തലയിലൊഴിച്ച് ശരീരം ശുദ്ധമാക്കിയതിനു ശേഷം ദേഹത്ത് ചന്ദനം പുരട്ടി ശുദ്ധമായ പശുവും പാലിൽ ആ ശരീരം വെള്ളത്തിൽ നീരാടി അവകാശി നീരൊഴുക്കിൽ കലശവുമായി നിമഞ്ജനം ചെയ്ത് തിരികെ വന്ന് ദേവിയുടെ മുന്നിൽ കലശം സമർപ്പിച്ച ശേഷമാണ് ഉടവാൾ കൈമാറേണ്ടത്. അതാണ് നമ്മുടെ ആചാരം. വർമ്മ സാറേ, രാജുവിനെ വിളിച്ചോളൂ. ശരിയാ, ചെല്ല. ശരി ചേട്ടാ. അകല